Good morning, student. Adutha university question idana. Use triple integral to find the volume of the solid within the cylinder x square plus y square is equal to 9. In the plane z is equal to 1 and x plus z is equal to 5. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? വോളിയം is equal to triple integral g. ഇതാണ് വോളിയം. അപ്പൊ ഈ വോളിയം കാണാനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. ട്രിപ്പിൾ ഇന്റഗ്രൽ dz dl dz d. ഇവിടെ this is equal to triple integral z ന്റെ ലിമിറ്റ് z എന്നുള്ളത് എന്താണ്? z is equal to 1 and x plus z is equal to 5. അപ്പോ z is equal to എന്താണ്? 5 minus x. അപ്പോൾ z ന്റെ ലോവർ ലിമിറ്റ് നമുക്ക് 1 ഉം അപ്പർ ലിമിറ്റ് നമുക്ക് 5 minus x കൊടുക്കാം. then dz d. ആദ്യം നമ്മൾ z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ നമ്മൾ z 1 to 5 minus x dl. That is double integral 5 minus x minus 1 dl. That is double integral 5 minus 1 is 4 minus x dl. 4 minus x dl. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യാം. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ x എന്നുള്ളത് എന്ത് കൊടുക്കണം? x എന്നുള്ളത് r cos θ എന്ന് കൊടുക്കണം. അതുപോലെ dA എന്നുള്ളത് എന്ത് കൊടുക്കണം? r dr dθ എന്ന് കൊടുക്കണം. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ 4 മൈനസ് എക്സിന് പകരം r cos θ, dAക്ക് പകരം r dr dθ. ഇനി ആറിന്റെ ലിമിറ്റും തീറ്റയുടെ ലിമിറ്റും കിട്ടണം. ഇവിടെ സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന സർക്കിൾ ആണ്. അപ്പൊ സെന്റർ 0 0 ആണ്, റേഡിയസ് 3 ആണ്. അപ്പൊ ആറിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 3 ആവും. ആറിന്റെ ലിമിറ്റ് 0 to 3. അതുപോലെ സർക്കിൾ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ തീറ്റയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2π. തീറ്റയുടെ ലിമിറ്റ് 0 to 2π. അപ്പൊ ആറിന്റെ ലിമിറ്റ് 0 to 3 കിട്ടി, തീറ്റയുടെ ലിമിറ്റ് 0 to 2π കിട്ടി. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 3 4r minus r square cos theta dr dθ. That is equal to integral 0 to 2π 4r integrate ചെയ്യുമ്പോൾ 4r square by 2 minus r cube by 3 cos theta. Then lower limit 0, upper limit 3 d theta. That is 4 2 വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ 0 to 2π. ഇവിടെ 2r square ആണ്. r നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 9 9 2 18 വരും. മൈനസ് ഇവിടെ 3 9 9 27 27 by 3 cos theta. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി d theta. That is ഇത് നമുക്ക് തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 18 theta minus 27 by 3 sin theta. Cos theta ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin theta. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2π. That is 18 into 2π. 18 into 2π എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 π മൈനസ് 27 by 3 into sin 2π എത്രയാണ്? 1. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോൾ ഇവിടെ 0 ആയി. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 36 π എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ. അപ്പോൾ ആ കോർഡിനേറ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 36 π. ഈ ഒരു പ്രോബ്ലത്തിന്റെ വോളിയം ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് വോളിയം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് വോളിയം കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ dv. dv എന്നുള്ളത് എന്താണ്? dz dA. ആദ്യം നമ്മൾ z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z ന്റെ ലിമിറ്റ് ആയിട്ട് എടുക്കേണ്ടത് z equal to 1 z is equal to 5 minus x. ലോവർ ലിമിറ്റ് 1 എടുക്കാം, അപ്പർ ലിമിറ്റ് 5 minus x എടുക്കാം. അത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 minus x dA എന്ന് കിട്ടും. ഇത് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. dy dx ഫോർമുല അല്ലെങ്കിൽ dx dy ചെയ്യാം, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യാം.
പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അവിടെ എക്സ് എന്നുള്ളത് കൊടുത്താൽ മതി ആർ കോസ് തീറ്റയും ഡി എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ എന്ന് കൊടുത്താൽ മതി. അപ്പൊ ആറിൽ കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇരിക്കുന്ന സർക്കിൾ ആണ്. സർക്കിളിന്റെ സെന്റർ 0 0 ആണ്, റേഡിയസ് 3 ആണ്. അപ്പൊ ആർ വേരീസ് ഫ്രം 0 to 3. ആറിന്റെ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 3യും, തീറ്റയുടെ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 2πയും. സർക്കിൾ ആകുമ്പോൾ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 2πയും. ആദ്യം നമ്മൾ ആർ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 ഇവിടെ 4r മൈനസ് ആർ സ്ക്വയർ കോസ് തീറ്റ എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4r²/2 ഇവിടെ r³ കോസ് തീറ്റ. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 8 വരും. ഇവിടെ നമുക്ക് 27/3 കോസ് തീറ്റ എന്ന് വരും. ഇനി അതിനെ നമ്മൾ വീണ്ടും തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 18 തീറ്റ മൈനസ് 27/3 സൈൻ തീറ്റ. ഇത് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ തീറ്റയ്ക്ക് 2π എടുക്കുമ്പോൾ 36π വരും. ഇവിടെ 27/3 × 1 വരും, മൈനസ് 0 0 എന്ന് വരും. ഇനി നമ്മൾ ഇവിടെ 27π × ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 2π എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ ടൈം 0 ഈ ടൈം 0, ഇത് 3 0. ബാക്കി ഇവിടെ എത്രയുണ്ട്? 36π എന്നാണ് ബാക്കി ഇവിടെ അവശേഷിക്കുന്നത്. ഇവിടെ നമ്മൾ തീറ്റയ്ക്ക് 2π കൊടുക്കുമ്പോൾ 18 × 2π 36π മൈനസ് 27/3 × സൈൻ 2π. സൈൻ 2π എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം സൈൻ nπ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ 0 ആണ്. എന്നിന്റെ വാല്യൂ ഏത് ഇന്റിജർ വന്നാലും അത് 0 ആണ്. അപ്പൊ സൈൻ 2π എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 27/3 × 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അപ്പൊ ഇത് 0 ഇത് 0 ഇത് 0. ബാക്കി അവശേഷിക്കുന്ന എന്താണ്? 36π. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ വോളിയം ആൻസർ കിട്ടുന്നത് 36π എന്നാണ്. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.